നിന്ന് മഞ്ഞു കൊള്ളണ്ട, പെങ്ങന്മാരകത്തോട് ചെല്ല്. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? എന്റെ മാതാവേ, ചേർത്താ പിന്നെ വരണ്ട്. എന്നാലും എന്റെ ഇച്ഛായ പുലിക്കൂട്ടിലേക്കാണല്ലോ എന്നെ കൊണ്ടുവന്നാക്കിയത്. ഇച്ചിരി നാറ്റം അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ കമ്പനിയിൽ എങ്ങാനും കിടന്നോളാം. എന്നിട്ട് ഹെൻറി നിന്നെ വല്ലതും ചെയ്തോ? പിന്നെ പുളിക്കും എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ. ഇന്നലെ തന്നെ അവന്റെ പുളിച്ചു വർത്താനം കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വന്നാ. പിന്നെ ഞാനങ്ങ് വിട്ടു. അത് നന്നായി. അല്ലെങ്കിൽ നിന്നെ അവൻ ചീഞ്ഞ മത്തി കുഴഞ്ഞതുപോലെ ആക്കിയേനെ. പണ്ട് റോസ്വില്ലയിലെ ബേക്കറിയിൽ ഹെൽപ്പർ പണിക്ക് വിളിച്ചു നിർത്തിയ ഒരു തെണ്ടി ചെറുക്കനായി ഹെൻറി. പിന്നെ അവിടെ അവൻ വളർന്നത്. ഒടുക്കം ആ മേഴ്സിയോട് അവൻ എന്തോ വൃത്തികേട് കാണിച്ചു. അന്ന് അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാ. ഇപ്പൊ ഇവിടുത്തെ നമ്പർ 1 ഗുണ്ടയാ. ഓടേതമ്പരാനെ പോലും പോവാക്കില്ല. ഞാൻ നീ പേടിക്കണ്ടാ, അവൻ നിന്റെ മെക്കിട്ട് കയറില്ല. എന്നെ അറിയാം ഹെൻറിക്ക്, പറഞ്ഞാ മതി. പിന്നെ നീ ഇനി നടന്ന് കഷ്ടപ്പെടണ്ട. നിനക്ക് എന്റെ ബൈക്ക് വാങ്ങിച്ചു തരാൻ പോവാ. പുത്തന? അത്ര പുത്തനല്ല, എന്നാലും നല്ല കണ്ടീഷനാ. നിനക്ക് ഓടിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ എന്നെ പഠിപ്പിച്ച പൗലോസച്ചനാ. ചോദിച്ചു നോക്ക, പറപ്പിക്കും ഞാൻ. ആരാണെന്നാണ് വിചാരം? എടാ, നമ്മുടെ റോസ്മില്ലേക്ക് താമസാക്കി മുതലാണ്. നമ്മുടെ മച്ചു ഞാൻ വീണതറിഞ്ഞിട്ട് സന്തോഷിക്കാണല്ലേ. ശാപം കിട്ടൂട്ടോ. തന്നോട് ആരാ പറഞ്ഞ താഴേക്ക് വരാൻ? എത്ര മേളി പോയാലും സമ്മാനം വാങ്ങാൻ താഴെ വന്നേ പറ്റൂന്ന് പൗലോസച്ചൻ പറയാറുണ്ട്. അതെ, ഇച്ചിരി ചോറും കറിയും തരുമോ? ബൈക്കിൽ നിന്ന് വീണോണ്ട് തിന്നാൻ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. നല്ല വേദനയും നല്ല വിശപ്പും. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, സോറി. കണ്ണി ചോര ഇല്ലാത്ത വർത്താനം പറയല്ലേ ഏഞ്ചല്. എന്റെ കൈയും കാലും ഒന്നും ഉളുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മൂക്കിന് ഒരു കുഴപ്പമില്ല. ഇറച്ചിക്കറിയുടെ മണം എനിക്ക് കിട്ടിയില്ലോ. നന്നായി, തരാൻ മനസ്സില്ല. ചേച്ചി പോവാണല്ലോ. ഞാനിവിടെ പട്ടിണിയിടന്ന് മരിച്ചു പോയാൽ നാളെ നിങ്ങളെ പോലീസ് പിടിക്കും. ഇവക്കറിയാം ഏഞ്ചൽ എന്ന് പേരിട്ടെ. കഷ്ടാണ് ഏഞ്ചൽ, പാവം. വിശന്നിട്ടല്ലേ? വിശക്കട്ടെ. നിനക്ക് എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം? ഓഹോ, ഒരുപാട് സിമ്പതി ഒന്നും കാണിക്കല്ലേ. ഒരവസരം വന്ന അവനും ആ സ്വഭാവം കാണിക്കും. ആണല്ലേ വർഗം. ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് നാണം കെടുത്താൻ ചാൻസ് നോക്കിയിരിക്കുന്നവരാ നമുക്ക് ചുറ്റും. അത് മറക്കണ്ട. എത്രയും വേഗം അവന് ഇവിടുന്ന് മാറാൻ പ്രാർത്ഥിക്കുക. അതുവരെ പച്ചവെള്ളം കൊടുക്കരുത് അവന്. എന്നെ കൊല്ലാൻ വന്നവരായാലും സ്നേഹിച്ചിട്ടേ പോളൂന്ന് പൗലോസച്ചൻ പറയും. ആരാ കുട്ടിയുടെ പൗലോസച്ചൻ? വികാരി അച്ഛൻ, രാജകുമാരി പള്ളിയിലെ. ഞങ്ങള് വലിയ കമ്പനിയാ. സത്യം പറഞ്ഞാൽ നാട്ടിലെ പള്ളി പണിയാനുള്ള പകുതിയോളം കാശ് കൊടുത്തത് എന്റെ ഡാഡിയാ. ആ ബഹുമാനം നാട്ടുകാർക്കുണ്ടേ. നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്റെ ബത്ലഹേം. എന്റെ മമ്മിയിട്ട പേരാ. കൊള്ളാവോ?
എനിക്ക് ഈ സൈമച്ചായന്റെ ചെമ്മീൻ കമ്പനി ജോലി ചെയ്തോ ഹോട്ടലിൽ ഗിറ്റാർ വായിച്ചോ കാശുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഡാഡിയുടെ കയ്യിൽ പൂത്ത കാശാണേ. പക്ഷേ ഞാൻ അതിന് തൊടുകയില്ല. സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ അല്ലേ? ഏഞ്ചൽ എങ്ങാനും ഇപ്പൊ കയറി വരുമോ? നിങ്ങൾക്ക് വെറുതെ വഴക്ക് കേൾക്കണ്ട. ഏഞ്ചൽ വരാൻ ലേറ്റ് ആവും. ഡോക്ടറുകളുടെ ഹോസ്പിറ്റലിൽ പോയിരിക്കാം അനിമയ്ക്കുള്ള മെഡിസിൻ വാങ്ങാൻ. ഈ ആനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. വെറുതെ മടി പിടിച്ചിരിക്കാനുള്ള ഓരോ അടവുകളും. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നോ എബി, അതെടുക്കണ്ട. ഞങ്ങൾ പോലും അതിൽ ടച്ച് ചെയ്യുന്നത് ഏഞ്ചലിന് ഇഷ്ടമല്ല. അത് അവളുടെ ജീവനാ. റോസിന്റെ വയലിനാ ഏഞ്ചലിന്റെ മമ്മിയുടെ. ഹേ, ഇതൊന്നും ആരുടെയും സ്വന്തമല്ല. സ്വന്തമാക്കി വെക്കാനും കഴിയില്ല. മ്യൂസിക് അറിയുന്ന എല്ലാവർക്കും ഇത് സ്വന്തമാ. പൗലോസ് അച്ഛൻ പറയാറുണ്ട്, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു മന്ത്രം മരുന്നുണ്ടെന്ന്. മരണത്തിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സൂത്ര മരുന്ന്. ആ മന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മാജിക് സ്റ്റിക്കാണ് വയലിൻ. നോയിക്കോ, ആനിയമ്മയുടെ അസുഖം ഞാൻ മാറ്റാൻ പോവാ. നോക്കാം. അത് വെറുതെ ചീത്തയാക്കണ്ട. താങ്ക് യു, താങ്ക് യു. നൈസ്. ശരി. സോറി, ഇയാളുടെ വയലിനെടുത്തതിന്, ഇതിനകത്ത് കയറിയതിന് രണ്ടിനും സോറി.